നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനയാത്രകൾ അത് ചിലർക്ക് വളരെ രസകരമായിരിക്കാം, പുതിയ അനുഭവമായിരിക്കാം. എന്നാൽ വിമാനയാത്രയിൽ പല രീതിയിലുള്ള സംഭവ വികാസങ്ങളും നടക്കാറുണ്ട്. അതിലെ മറ്റുള്ള യാത്രക്കാർ കൂടി സാക്ഷിയാകാറുണ്ട്. ചില സംഭവങ്ങളൊക്കെ തന്നെ ക്യാബിൻ ക്രൂവിന് പരിഹരിക്കാൻ സാധിക്കാതെ വരികയും വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങളും ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ വിമാനയാത്രക്കിടെ തന്നെ ശാരീരിക ഘടനയുടെ പേരിൽ അപമാനിച്ച കുട്ടിയെ മർദ്ദിച്ചതിന് യുവതി അറസ്റ്റിലായിരിക്കുകയാണ്. ഒർലാൻഡോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ലോറിഡയിൽ നിന്ന് വന്ന വിമാനത്തിൽ തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത്. കുട്ടിയുമായി യുവതി വലിയ തർക്കത്തിലേർപ്പെടുകയും ഇത് മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നു. യുഎസിലെ മെറിലാൻഡിൽ നിന്നുള്ള ക്രിസ്റ്റി ക്രംപ്ടൺ എന്ന യുവതിയാണ് അറസ്റ്റിലായത്. ക്രിസ്റ്റിയും കുട്ടിയും തമ്മിൽ ഏറെ നേരം തർക്കം നടന്നിരുന്നു. ഒടുവിൽ ക്രിസ്റ്റി കുട്ടിയെ അടിക്കുകയും തല പിടിച്ച് വിമാനത്തിന്റെ ജനാലയിൽ ഇടിക്കുകയും ചെയ്യുകയായിരുന്നത് ദൃക്സാക്ഷിയെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കുട്ടിയുടെ സംസാരം ശരിയല്ലായിരുന്നു. എന്നാൽ ക്രിസ്റ്റി അവനെ തിരുത്താനല്ല, മറിച്ച് അവനുമായി തർക്കിക്കാനും ശിക്ഷിക്കാനുമാണ് തുനിഞ്ഞത്. കുട്ടികൾ അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്താൽ മുതിർന്നവർ അവരെ തിരുത്തുകയും നേർവഴിക്ക് നടത്തുകയുമാണ് വേണ്ടത്, അല്ലാതെ നേരെ ശിക്ഷയിലേക്ക് കടക്കുകയല്ല വേണ്ടത്. അതുകൊണ്ട് തന്നെ യുവതിയുടെ ഭാഗത്താണ് തെറ്റെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. അതുകൊണ്ടാണ് കുട്ടിയെ ഉപദ്രവിച്ച യുവതിക്കെതിരെ ചൂഷണത്തിനും അധിക്ഷേപത്തിനും കേസെടുക്കണമെന്ന് വാദിച്ചതെന്നാണ് ദൃക്സാക്ഷികളുടെ പക്ഷം. അതേസമയം വിമാനത്തിൽ കയറിയത് മുതൽ കുട്ടിയെ കൊണ്ട് ശല്യമായിരുന്നുവെന്നും എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ വന്നതോടെയാണ് ദേഹോപദ്രവം ഏൽപ്പിക്കേണ്ടി എന്ന നിലയിലേക്ക് എത്തിയതെന്നും ക്രിസ്റ്റി പറയുന്നു. യാത്രയിലുടനീളം മോശമായ രീതിയിലായിരുന്നു കുട്ടിയുടെ സംസാരവും പെരുമാറ്റവും. അടക്കിയിരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഫോൺ വാങ്ങി മാറ്റിവെച്ചതോടെ കുട്ടി ക്രിസ്റ്റിയുടെ കൈ ആംറസ്റ്റിൽ നിന്ന് തള്ളി താഴെയിട്ടു. മാത്രമല്ല യുവതിയെ തടിച്ചെന്നും മിസ് പിഗ്ഗി എന്നും അടക്കം വിളിച്ച് ബോഡി ഷേമിംഗ് നടത്തി. ഇത് തുടർന്നതോടെയാണ് താൻ കുട്ടിയെ മർദ്ദിച്ചതെന്നാണ് ക്രിസ്റ്റി പറയുന്നത്. ക്രിസ്റ്റിയും യുവതിയും തമ്മിലുള്ള ബന്ധം ഇവർ ബന്ധുക്കളാണോ അതോ സഹയാത്രികർ മാത്രമായിരുന്നു എന്ന് സംബന്ധിച്ച് വിവരം പോലീസ് പുറത്തുവിട്ടിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത സെമിനോൾ കൗണ്ടി ജയിലിലേക്ക് അയച്ച ക്രിസ്റ്റിയെ പിന്നീട് ജാമ്യം നൽകി പുറത്തുവിട്ടു. ഏകദേശം 8.5 ലക്ഷം രൂപ ബോണ്ടിന്മേലാണ് യുവതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.